വർഷം 1998. ഒരു തണുത്ത രാത്രി. സമയം 12 മണിയോടടുക്കുന്നു. വിചിത്രമായ പല ശബ്ദങ്ങളും കേൾക്കുന്നു. അഞ്ചു കൂട്ടുകാരും പേടിച്ച് വിറച്ച് കണ്ണുകൾ അടച്ച് ശ്വാസം വിടാതെ ഇരുന്നു. കാറ്റും ഇടിമുഴക്കവും, ഭയപ്പെടുത്തുന്ന അന്തരീക്ഷം. എല്ലാ രാത്രികളും ഇങ്ങനെയാണ്. കാരണം എന്താണെന്നോ? സീക്രട്ട് ഡയറി. മാൻഡ്രിയാസ് എന്ന നാട്ടിൽ വലിയൊരു പണക്കാരൻ ഉണ്ടായിരുന്നു. അയാളുടെ ഒരു ആഗ്രഹമായിരുന്നു വലിയ ഒരു സ്കൂൾ പണിയുക എന്നത്. വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹം നടന്നു. അനേകം കുട്ടികളും അധ്യാപകരും ജോലിക്കാരും കൊണ്ട് ആ സ്കൂൾ നിറഞ്ഞു. സ്കൂൾ ഹോസ്റ്റലും അദ്ദേഹം പണിതു. പല രാജ്യത്തുനിന്നും കുട്ടികൾ അവിടേക്ക് പഠിക്കാൻ വന്നു. പെട്ടെന്ന് തന്നെ ആ സ്കൂൾ അറിയപ്പെടുന്ന ഒരു സ്കൂൾ ആയി മാറി. അങ്ങനെയിരിക്കെ അവിടെ ഒരു സ്ത്രീ ജോലിക്ക് വന്നു. വളരെ വിചിത്രമായ രൂപം. ആ സമയത്ത് അവിടെ ജോലിക്കാർ കുറവായതിനാൽ ആ സ്ത്രീയെ അവിടെ ജോലിക്ക് നിർത്തി. പക്ഷേ മറ്റു ജോലിക്കാർക്ക് അത് ഇഷ്ടമായില്ല. അവരെ മറ്റുള്ളവർ പുച്ഛത്തോടെ കാണുകയും അവിടെയുള്ള വിദ്യാർത്ഥികൾ അവരെ പരിഹസിക്കുകയും ചെയ്തു. മാസങ്ങൾ കടന്നുപോയി. അങ്ങനെ ആനുവൽ ഡേ ഫംഗ്ഷൻ ഡേറ്റ് അറിയിച്ചു. കുട്ടികൾ ഉത്സാഹത്തോടെ കലാപരിപാടികൾ ചെയ്യാൻ പദ്ധതിയിട്ടു. എല്ലാവരും ഓരോ പരിപാടിയിൽ പങ്കെടുത്തു. ഡിസംബർ 2. അവസാനത്തെ ആനുവൽ ഡേ വന്നെത്തി. എല്ലാ കുട്ടികളും പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. ക്ലാസ് ആകെ വൃത്തികേടായി കിടക്കുകയായിരുന്നു. ജോലിക്കാരി ക്ലാസ് മുറി അടിച്ചുവരാനായി പോയി. ആ സമയം കുറച്ച് വിദ്യാർത്ഥികൾ എപ്പോഴും ചെയ്യുന്നതുപോലെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. ആദ്യം അവർ പ്രതികരിച്ചില്ലെങ്കിലും പിന്നീട് അവരെ നന്നായി ശകാരിച്ചു. ഒരു ജോലിക്കാരിയായ നിങ്ങൾ ഞങ്ങളെ ശകാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിറകിലോട്ട് തള്ളി. ആ തള്ളലിൽ അവർ ചെന്നു വീണത് സ്കൂൾ മുറ്റത്തേക്കായിരുന്നു. ആ വീഴ്ചയിൽ അവരുടെ ബോധം നഷ്ടപ്പെട്ടു. അത് കണ്ട് പേടിച്ച ആ പെൺകുട്ടികൾ അവരെ ഒരു ചാക്കിലാക്കി സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോയി. എന്നിട്ടവർ വേഗം തന്നെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. പാട്ടും കളിയും നടക്കുന്നതിന്റെ ഇടയിൽ അവിടെ നടന്ന സംഭവം ആരും കണ്ടില്ല. പക്ഷേ അവരിൽ ഒരാൾ നന്നായി ഭയക്കുന്നുണ്ടായിരുന്നു. കാരണം ഫംഗ്ഷനു മുൻപ് ജോലിക്കാരി മഡോണ എന്നൊരു വിദ്യാർത്ഥിനി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കാണാൻ ഇടയായി. പ്രിൻസിപ്പളിനോട് പറയാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ അവൾ നന്നായി പരിഭ്രമിച്ചു. ആ സമയം ക്ലാസ്സിലെ മറ്റു കുട്ടികൾ സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ മഡോണയ്ക്ക് ഒരു ബുദ്ധി തോന്നി. അങ്ങനെയാണ് പതിവുപോലെ കളിയാക്കാൻ മറ്റു കുട്ടികളെ അവൾ പ്രേരിപ്പിച്ചത്. വീഴ്ചയിൽ അധികം പരിക്ക് പറ്റിക്കാണില്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു. ആരും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം സ്റ്റോർ റൂമിലേക്ക് നടന്നു. വലിയ ഒരു ഇരുമ്പ് വടികൊണ്ട് തലഭാഗം നോക്കി ആഞ്ഞടിച്ചു. വൈകാതെ തന്നെ അവർ മരിക്കുകയും ചെയ്തു. അവരുടെ പ്രേതമാണത്രേ അവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. ഒടുവിൽ അവരെ മഡോണയാണ് കൊന്നതെന്ന് അന്വേഷണത്തിലൂടെ തെളിഞ്ഞു. അവളുടെ കയ്യിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. എന്നിട്ടും തീരാത്ത പ്രതികാരദാഹിയായ ആ വേലക്കാരിയുടെ പ്രേതം കുട്ടികളെ നശിപ്പിക്കാനായി ഇന്നും അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. അങ്ങനെ അനേകം വർഷം കടന്നുപോയി. സ്കൂൾ ആകെ മാറി. ഇപ്പോൾ പുതിയ രീതിയിലാണ് പണിതിരിക്കുന്നത്. എന്നാലും അവിടെ ഇന്നും പ്രേതം ഉണ്ടെന്നാണ് പറയുന്നത്. രാത്രി സമയം സ്കൂൾ ഹോസ്റ്റലിൽ നിന്നും പല അപശബ്ദങ്ങളും കുട്ടികൾ കേട്ടിരുന്നുവത്രേ.